Hi friends, welcome to Taste and Travel Deck. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പിസ്സ ചീസാണ്. അതായത് മൊസറല്ല ചീസ്. നമ്മൾ പിസ്സയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ചീസാണ്. അത് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അത് വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിന് മുമ്പ് പിസ്സയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ചീസ് ഉണ്ടാക്കുന്നതിന് അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചീസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചീസ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പാണ്. അതിന് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. നമ്മളിത് വെള്ളം ചേർക്കാതെ എടുത്തിരിക്കുന്നതാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പാലാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ഒഴിക്കാനായിട്ട്. ഞാനങ്ങനെ 250 ml 2 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാകാനേ പാടുള്ളൂ, തിളപ്പിക്കരുത്. നമ്മൾ കൈ ഇട്ട് നോക്കി അല്ലെങ്കിൽ ഒരു സ്പൂണിനകത്ത് എടുത്ത് നോക്കിയാൽ നമുക്ക് കൈ ഇട്ടാൽ നല്ല ചെറുതായിട്ടൊരു ചൂട്, അതുവരെ മാത്രമേ നമ്മൾ ചൂടാക്കാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു ചൂടാകുന്ന വരെ മാത്രം ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 500 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ചെറിയ പിസ്സയ്ക്ക് വേണ്ടിയുള്ള ചീസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്കിപ്പം കൂടുതൽ ചീസ് ആവശ്യമാണെങ്കിൽ നമ്മൾ പാൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചീസ് നമുക്ക് കൂടുതൽ കിട്ടും. എനിക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ ഈ 500 ml പാലിനകത്ത് കിട്ടിയിരിക്കുന്ന ചീസിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം. നമുക്ക് എത്ര ചീസാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വിനീഗർ വേണമെന്നില്ല, നമ്മുടെ നാരങ്ങ ജ്യൂസാണ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നല്ലതാണ്. ഞാനിപ്പോൾ വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിത് പിരിഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വിനീഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് വിനീഗർ എടുത്തിട്ടുണ്ട്. ഇത് 125 ml ആണ്. അതിനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് പിരിയാൻ ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇത് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞ് വരത്തില്ല, അല്പസമയം എടുക്കും. നമ്മൾ അതിനനുസരിച്ച് വിനീഗറോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള നാരങ്ങ നീരാണെങ്കിൽ നാരങ്ങ നീര് അത് ഒഴിച്ചു കൊടുക്കാം. എന്താ നമ്മുടെ പാലിപ്പം നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കുകയും ചെയ്യരുത്. ഇളക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. ഇളക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിരിഞ്ഞ് വന്നിരിക്കുന്ന പാലിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് അങ്ങ് മാറിപ്പോവും. ഒരുമാതിരി പൊടി പോലെ ആയിപ്പോവും. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിത് ഇളക്കാതെ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അടച്ചു വെക്കുക, ഇല്ലെങ്കിൽ ഇളക്കാതിരിക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങൾ ആദ്യമേ ഈ വിനീഗർ ഒഴിക്കുന്ന ടൈമിലായില്ല എങ്കിൽ അല്പം വിനീഗർ കൂടെ ഒഴിച്ച് ഈ പിരിഞ്ഞ് വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങളത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ പിരിഞ്ഞ് വന്നു എങ്കിൽ അത് ഇളക്ക് നിർത്തിയിട്ട് അത് ഒന്ന് തണുക്കാനായിട്ടൊന്ന് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ എത്രയാണെന്ന് വെച്ചാൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതായി കഴിഞ്ഞിട്ട് ഇളക്കുകയേ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളക്കിയാൽ നമുക്ക് ചീസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഒരുമാതിരി ഒരു പൗഡർ പോലെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ നന്നായിട്ട് നമ്മൾ വെള്ളമെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് വെച്ച് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് വെള്ളമെല്ലാം ഒന്നുകൂടെ കളയുകയാണ്. അതിന് ശേഷം നമുക്കിത് കയ്യിലിട്ട് നന്നായിട്ട് ഇതിനകത്ത് വെള്ളം എല്ലാം കളയണം. നമുക്ക് ഇതിനകത്ത് ഈ ബൗളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കയ്യിലെടുത്ത് പിഴിയാൻ നന്നായിട്ട്. അപ്പം ഞാനിത് കയ്യിലോട്ട് നന്നായിട്ടൊന്ന് എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിനകത്ത് വെള്ളം എല്ലാം ഒന്നുകൂടെ കളയുകയാണ്. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഈ വെള്ളം എല്ലാം പ്രസ് ചെയ്ത് നന്നായിട്ട് കളയണം കേട്ടോ. വെള്ളം ചാടി വരുന്നുണ്ട്. അതിങ്ങനെ വെള്ളം നന്നായിട്ട് മാറ്റിയിട്ട് എടുക്കാം. ഇതിനി ചൂടുവെള്ളമാണ്. നമുക്കിനി ഇത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഒന്നുകിൽ നേരിട്ട് ചൂടുവെള്ളത്തോടെ, അത് നമുക്ക് കൈയിട്ട് സഹിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളമാണിത്. ഒത്തിരി ചൂടാകരുത്. അല്ലെങ്കിൽ നമുക്കിതോട്ട് ഇനി അരിപ്പയ്ക്കകത്തോട്ട് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ മുക്കി കൊടുക്കാം. എന്നിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കി വെച്ചോണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിനകത്ത് വെള്ളം എല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് ഇടണം. പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഈ ചൂടുവെള്ളം എടുക്കുന്നതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം. നമുക്ക് സോൾട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ സോൾട്ടഡ് ചീസാണ് വേണ്ടതെങ്കിൽ അല്പം സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ. ഞാനിപ്പോൾ സോൾട്ട് ഇടുന്നില്ല.
കൈ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് ചെയ്താൽ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ചൂട് അത്ര നമുക്ക് പറ്റത്തില്ലെങ്കിലേ അത് നമ്മൾ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്നുകൂടെ വെള്ളത്തിലേക്ക് വെക്കുക. ഇത് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിൻ്റെ ചീസിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ വരാനായിട്ടാണ്. നമുക്ക് ആ പിസ്സയ്ക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ല വലിച്ചിൽ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിനകത്ത് വെക്കുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളത്തിനകത്ത് ഇടുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി എടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ചീസിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് സമയം കൂടെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കയ്യിലാണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് തിരിച്ചും മറിച്ചും എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ബൗളൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ, ആ വെള്ളം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ഒന്നുകൂടെ ഇട്ടിട്ട് ഇപ്പോൾ ചൂടിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൈക്ക് പിടിച്ചെടുത്ത് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ എടുത്തപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് നമ്മുടെ കൈയെല്ലാം പറ്റുന്നവരുണ്ടായിരുന്നില്ല. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേനെ അതങ്ങ് മാറി ഇതുപോലെ തന്നെ ആയിക്കോളും. അങ്ങനെ ആയതുകൊണ്ട് ശരിയായതെന്നാരും വിചാരിക്കേണ്ട. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം അല്പം വിനീഗർ ഒഴിക്കുമല്ലോ, ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക ചെയ്യാവുള്ളൂ. ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് പാല് പിരിയുന്ന പോലെ തോന്നിയ പിന്നെ ഒരു കുറച്ച് സമയത്തേക്ക് ഇളക്കരുത്. എന്നിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാത്രമേ എൻ്റെ ബാക്കി വിനീഗറോട് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഇതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോവും, നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആദ്യം എടുത്ത വെള്ളം ഒന്ന് മാറിയിട്ടുണ്ട്, നമ്മൾ നല്ല ചൂട് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ 2 മിനിറ്റ് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു റബ്ബറിഷ് പോലെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടുന്നത്. ഏകദേശം ഒരു 5-7 മിനിറ്റ് വരെയെങ്കിലും നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം എടുത്ത് നന്നായിട്ട് ഞെക്കി കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടുകയും ഒരു 2 മിനിറ്റ് കഴിയുന്നതനുസരിച്ച് എടുത്ത് ഞെക്കി കൊടുക്കുകയും ചെയ്യുന്നത്. ഇതാ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നല്ല ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ നല്ലതായിട്ട് തണുത്ത വെള്ളമായിരുന്നു, നമ്മുടെ ഐസ് ക്യൂബ്സ് ഇട്ട് നല്ല തണുത്ത വെള്ളമാണ്. ഞാൻ അതിലേക്കൂടെ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നേരിട്ട് ഫ്രീസറിലോട്ട് ഇതൊരു ബോക്സിലോട്ടാക്കി ഫ്രീസറിലോട്ട് അങ്ങ് വെച്ചാൽ മതി. ഞാനിവിടെ അല്പം തണുത്ത വെള്ളത്തിൽ ഇട്ടൊന്ന് എടുക്കുകയാണ്. ഒരു 1-2 മിനിറ്റ് നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ വിടാം. വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടാൽ മതി. ഇതുപോലെ ഇപ്പോൾ കറക്റ്റ് നല്ല തണുപ്പ് കിട്ടും. 2 മിനിറ്റിന് കിടക്കട്ടെ. ഇത് നമ്മളിവിടെ 2 മിനിറ്റ് ഐസ് വാട്ടറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനത് എടുക്കുകയാണ്. ഇതുണ്ട്, ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നമ്മുടെ ചീസിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു ഫോയിൽ പേപ്പറിനകത്തേക്ക് പൊതിഞ്ഞ് വെക്കുകയാണ്. ഫോയിൽ പേപ്പറോ നമ്മുടെ അല്ലെങ്കിൽ ചെറിയൊരു ബോക്സോ റാപ്പിംഗ് ഷീറ്റ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ഷീറ്റ്, അതായാലും മതി. അതിനകത്തേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടൊരു മിനിമം 2 അവറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഞാനൊരു ഫോയിൽ പേപ്പറിലേക്ക് വെക്കുകയാണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് വേണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെള്ളം കൊടുക്കും. ഇപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമുക്കങ്ങ് വെക്കാം. അത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ നമ്മളിപ്പോൾ ചീസ് വെച്ചിട്ട് 2 മണിക്കൂറായി. ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കാണിക്കാം. അതായത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചേക്കാം, നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇതാ കാണാമല്ലോ, നമുക്കിത് പുറത്തുനിന്ന് മേടിക്കുന്ന അതേ സ്ട്രക്ചറിൽ തന്നെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.